പത്രോസിനെ കാരാഗൃഹത്തിൽ ഇടുന്നത് വരെ ദൈവം ഇടപെട്ടിട്ടില്ല. അപ്പോസ്തലപ്രവൃത്തി 12-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ പത്രോസിനെയൊക്കെ അടിക്കുന്നുണ്ട്. അടിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് 3-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അറിയാം. മുടന്തനായ മനുഷ്യനെ, അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ മനുഷ്യനെ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാക്കിയതിന്റെ പേരിൽ തുടങ്ങിയ പ്രശ്നങ്ങളാണ്. അവിടെ നിന്ന് വളരെയധികം ഇവരെ പിടിക്കലും അടിക്കലും കാരാഗൃഹത്തിൽ കൊണ്ടുപോയി ഇടലും യാക്കോബിനെ പിടിച്ചു കൊല്ലുകയും ഒക്കെ ചെയ്ത പ്രവർത്തികളുണ്ടായി. പ്രാർത്ഥിക്കുകയും ദൈവവാഗ്ദത്തമുള്ളവനുമായിരിക്കുന്ന പത്രോസിനെ കാരാഗൃഹത്തിനകത്തിട്ട് 16 പേര് കാവൽ നിൽക്കുമ്പോൾ, സ്തോത്രം, സ്വർഗത്തിലെ ദൈവം തൻ്റെ ദൂതനെ അതിനകത്തേക്ക് ഇറക്കി. സ്തോത്രം. എത്ര പേർക്ക് വിശ്വാസത്തോടെ പറയാൻ പറ്റും? പത്രോസിന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ കയറി വരുന്ന സമയത്ത് സൂപ്പർ നാച്ചുറൽ ഇടപെട്ടില്ല. സ്തോത്രം ചെയ്ത് കർത്താവിന്. എന്നാൽ പത്രോസിനെ കൊല്ലാൻ പ്ലാനിട്ട സമയത്ത് ദൈവം ഇടപെടാൻ തുടങ്ങി. മനസ്സിലായവർക്കായി സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിൽ രോഗം വന്നപ്പോൾ ദൈവം ഇടപെട്ടില്ല. പ്രാർത്ഥിച്ചിട്ട് ദൈവം അത് മറുപടി നൽകിയില്ല. ഇച്ചിരി സമയം കൂടെ കാത്തിരിക്കേണ്ടി വന്നേക്കാം. ചില പ്രശ്നങ്ങളിലൂടെ കടന്നുപോയപ്പോൾ ദൈവം ഇടപെട്ടില്ലെന്ന് തോന്നിയേക്കാം. പക്ഷേ നീ മരിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. രോഗത്തിൽ ഇപ്പോൾ മരിച്ചു പോകുമെന്ന് പറഞ്ഞ സിറ്റുവേഷൻസിനകത്ത് ദൈവം ഇടപെടാൻ തുടങ്ങി. ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഏതൊക്കെയോ മരണകാരണങ്ങൾ ജീവിതത്തെ കാർന്നു തിന്നാൻ ശ്രമിച്ചപ്പോൾ സ്വർഗത്തിലെ ദൈവം ഇടപെട്ടിട്ട് പറഞ്ഞു, ഇല്ല, ഇവളെക്കുറിച്ച് ഇവനെക്കുറിച്ച് എനിക്ക് പദ്ധതിയുള്ളത് കൊണ്ട് ഞാൻ പുറത്തു കൊണ്ടുവരും. അതാ ദൈവത്തിന്റെ വാഗ്ദത്തമുണ്ടായത്. അപ്പം പ്രശ്നങ്ങളാകുന്നത് വരെയും ദൈവം സൈലന്റ് ആയി. സ്തോത്രം. പ്രശ്നങ്ങളെ മാറ്റാൻ പോയില്ല ദൈവം. പക്ഷെ പത്രോസിനെ കൊല്ലുമെന്ന് പറഞ്ഞ് കാരാഗൃഹത്തിനകത്തിട്ടപ്പോ, ഹല്ലേലൂയ, പ്രാർത്ഥിക്കാൻ ഒരു സഭയുണ്ടായിരുന്നു. എവിടെ പ്രാർത്ഥിക്കാൻ ആളുകൾ എഴുന്നേക്കുന്നോ ദൈവം അവിടെ പ്രവർത്തിക്കാൻ തുടങ്ങും. താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് ആ ഭാഗം, ഞാൻ ആ പ്രാർത്ഥനയുടെ വിഷയം കൂടെ നിങ്ങളെ കൊണ്ട് വായിപ്പിച്ചിട്ട് ആ ഭാഗം നമുക്ക് ചിന്തിക്കാം, വായിക്കാം താഴോട്ട്. ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ എന്ത് ചെയ്തു? അവന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു. പത്രോസിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ദൈവം രക്ഷിക്കുന്ന ദൈവമാണ്. കുഞ്ഞെ, നീ നിന്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതൊന്നും വ്യർത്ഥമാകത്തില്ല. ദൈവസന്നിധിയിൽ സമയങ്ങൾ ചെലവഴിച്ചതൊന്നും വെറുതെയാകത്തില്ല. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതും സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചതും, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതും സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചതും മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതും വീടിന് വേണ്ടി പ്രാർത്ഥിച്ചതും നശിച്ചു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതും പിശാച് ബന്ധിച്ചു വെച്ചിരിക്കുന്ന തടവറയിൽ കിടക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതൊന്നും വ്യർത്ഥമാകുകയില്ല. പത്രോസിനെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവം ഇടപെട്ടതുപോലെ പ്രാർത്ഥനയുടെ മറുപടി ദൈവം അയക്കും. പിശാച് വിചാരിച്ചുമില്ല പത്രോസ് തീർന്നത് തന്നെ. യാക്കോബിനെ എന്തായാലും കൊന്നു, പത്രോസിനെ തീർത്തത് തന്നെ. അപ്പൊ നമുക്ക് ചിന്തിക്കാം, യാക്കോബിനെ എന്തുകൊണ്ടാ കൊന്നത്? ദൈവത്തിന്റെ പദ്ധതിയാ. ദൈവത്തിന് സ്തോത്രം ചെയ്തേ കർത്താവിന്. സുവിശേഷ വിരോധികളാൽ എത്ര പേര് മരിക്കുന്നുണ്ട് ദൈവമക്കള്, അല്ലേ? ഒത്തിരി ഇടങ്ങളിൽ പീഡനങ്ങൾ അനുഭവിക്കുന്നു. ജീവൻ വരെ കർത്താവിന് വേണ്ടി അർപ്പിക്കുന്നു. AK-47 പോലെയുള്ള തോക്കുകൾ എടുത്ത് ശിരസിലേക്ക് വെച്ചിട്ട് പറയുകയാണ്, നിന്റെ ദൈവത്തെ തള്ളിക്കളയാൻ, നിന്റെ ദൈവത്തെ തള്ളിപ്പറയാൻ. വാർത്തകളിൽ നമ്മൾ കേൾക്കുന്നുണ്ടല്ലേ? സുവിശേഷ വിരോധികൾ ചെയ്യുന്ന പ്രവൃത്തിയാണ്. അവർക്ക് പറയാനായിട്ട് കഴിഞ്ഞുമില്ല,
ഈ ദൈവത്തെ ഞങ്ങൾക്ക് തള്ളിപ്പറയാൻ കഴിയുകയില്ല. മരിക്കേണ്ടി വന്നാലും, ചിലർ മരിച്ചുപോയി എന്ന് കരുതി എല്ലാവരും മരിക്കണമെന്നില്ല. ചിലർ മരിക്കുന്നത് ദൈവത്തിന്റെ പദ്ധതിയാണ്, വാസ്തവം. പക്ഷേ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ ദൈവം നമ്മിൽ പ്രസാദിച്ചത് ദൈവത്തിന് നമ്മെക്കുറിച്ച് പദ്ധതി ഉള്ളത് കൊണ്ടാണ്. ഇന്നു പകൽ ഞാൻ ആത്മാവിൽ ചിലരോട് ദൂത് പറയുന്നു. കുഞ്ഞെ, മരണത്തിന്റെ ഘട്ടത്തിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവന്നത് ദൈവത്തിന് ഇനിയും ചിലത് പ്രവർത്തിക്കുവാനുള്ളത് കൊണ്ടാണ്. പത്രോസേ, നീ അതിനകത്തുനിന്ന് പുറത്തു വന്നത് മരണത്തിലേക്കല്ല. നിന്റെ മേലൊരു വിളിയുണ്ട്, നിന്റെ മേലൊരു ശുശ്രൂഷയുണ്ട്. നിന്നിലൂടെ ഇനിയും ചില പ്രവർത്തികൾ ചെയ്യാൻ പോകുകയാണ്.